കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമന ഇന്റർവ്യൂവിനെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകരും വിദ്യാർത്ഥികളും തമ്മിൽ കൂത്തമ്പലത്തിന് മുൻപിൽ വൻ സംഘർഷം. കനത്ത മഴയെ വകവയ്ക്കാതെ ഇരുവിഭാഗവും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ ക്യാമ്പസിൽ കടുത്ത സംഘർഷാവസ്ഥ ഉടലെടുത്തു. പ്രതിഷേധത്തിനിടെ പോലീസുമായി ഉണ്ടായ ഉന്തിലും തള്ളിലും പെട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ നിലത്ത് വീഴുകയും ഇവർക്ക് നേരിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഒടുവിൽ 50ഓളം കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടായത്. സാംസ്കാരിക വകുപ്പ് അറിയാതെ നടത്തുന്ന വിവിധ താൽക്കാലിക തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ തടയണമെന്ന് പ്രഖ്യാപിച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടി മുതലില്ല എന്ന് കരുതി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ക്ഷമ പാലിച്ച് ഒരു സാംസ്കാരിക നിലയത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ധാരണയുമുള്ളത് കൊണ്ട് പവിത്രമാക്കപ്പെട്ട മഹാകവി ശ്രീ വള്ളത്തോളിന്റെ മണ്ണായിട്ടുള്ള ഈ മണ്ണിലേക്ക് ഒരു പ്രതിഷേധ സമരവും ഒരു പ്രതിഷേധ സംവിധാനങ്ങളും ഒന്നും വേണ്ട എന്ന് കരുതിയിട്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ മൗനം പൂണ്ടിരുന്നത്. എന്നാൽ പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായി ഇവിടെ നടക്കുന്ന ചെയ്തികളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇതിന്റെ അധികാരികളോട്, VC-യോട്, രജിസ്ട്രാറോട്, ബന്ധപ്പെട്ട ആളുകളോടൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഈ തരത്തിൽ ഈ സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന ഈ സ്ഥാപനത്തിനെ നശിപ്പിക്കരുതെന്ന് വളരെ കൃത്യമായിക്കൊണ്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ആദ്യം കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രവർത്തകർ പിന്നീട് ഇന്റർവ്യൂ നടക്കുന്നത് കൂത്തമ്പലത്തിലാണെന്നറിഞ്ഞതോടെ അങ്ങോട്ട് മാർച്ച് ചെയ്യുകയും കൂത്തമ്പലത്തിന് മുന്നിൽ ഉപരോധവും മുദ്രാവാക്യം വിളിയും ഒപ്പം ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ അഭിമുഖം മുടങ്ങിയാൽ തങ്ങളുടെ പഠനം പ്രതിസന്ധിയിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും കൂത്തമ്പലത്തിന്റെ സമീപത്തേക്ക് ഇരിച്ചെത്തി. ഇരുവിഭാഗവും കനത്ത മഴയെ അവഗണിച്ച് പരസ്പരം പോർവിളികളും മുദ്രാവാക്യങ്ങളും വിളിച്ചും നിലയുറപ്പിച്ചു. തങ്ങൾ വിദ്യാർത്ഥികൾക്ക് എതിരെയല്ല, സ്ലോട്ട് അട്ടിമറിക്കുന്ന സർക്കാരിനെതിരെയാണ് സമരം നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികൾ അത് ചെവിക്കൊണ്ടില്ല. ഞങ്ങൾക്ക് പഠിക്കണം, അധ്യാപകരെ വേണം എന്ന വിദ്യാർത്ഥികളും ഗോ ബാക്ക് എന്ന് കോൺഗ്രസ് പ്രവർത്തകരും ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ കുന്നംകുളം ACP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇരുവിഭാഗത്തെയും തടയാൻ ശ്രമിച്ചെങ്കിലും രംഗം ശാന്തമായില്ല. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടാവുകയും ഇതിനിടയിൽ പെൺകുട്ടികളായ ചില വിദ്യാർത്ഥികൾക്ക് നിലത്ത് വീണ് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് താൽക്കാലികമായി കോൺഗ്രസ് പ്രവർത്തകർ മാറിയതോടെ വിദ്യാർത്ഥികളും പിൻവാങ്ങി. എന്നാൽ ഈ തടസ്സങ്ങൾക്കിടയിലും കലാമണ്ഡലത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ഇന്റർവ്യൂ കൃത്യമായി നടന്നു എന്ന വിവരം പുറത്തു വന്നതോടെ പകൽ 11:45 കോൺഗ്രസ് നേതാക്കൾ വീണ്ടും കൂത്തമ്പലത്തിന് മുന്നിൽ ശക്തമായ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തി. ഇതോടെ വിദ്യാർത്ഥികളും വീണ്ടും മുദ്രാവാക്യം വിളിയുമായി പ്രതിരോധം തീർത്തു. ഒടുവിൽ ക്യാമ്പസിലെ ക്രമസമാധാന നില തകരുമെന്ന ഘട്ടത്തിൽ ACP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോൺഗ്രസ് നേതാക്കൾ അടക്കം 50ഓളം പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷമാണ് വിദ്യാർത്ഥികൾ സമരം നിർത്തിയത്. പോലീസിന്റെ ഉന്തിലും തള്ളിലും പരിക്കേറ്റ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് പൂർണ്ണ സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടും ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, പഠിക്കാൻ അധ്യാപകരെയാണ് ആവശ്യമെന്ന് വ്യക്തമാക്കിയുമാണ് വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ സമരം അവസാനിപ്പിച്ചത്. ക്യാമ്പസിൽ ഇപ്പോഴും കനത്ത പോലീസ് ജാഗ്രത തുടരുകയാണ്.
ജാതിയുടെ തുടർന്ന് ഇവിടെ ഇൻ്റർവ്യൂ നടത്തിയതിൽ തുടർന്ന് ഇൻ്റർവ്യൂ ബഹിഷ്കരിക്കാൻ വേണ്ടി പുറത്തുള്ള രാഷ്ട്രീയക്കാർ ഒരു വിദ്യാർത്ഥി ഇതിനെ തടയുകയും ചെയ്തു. ഇപ്പോൾ ഇൻ്റർവ്യൂ അടിപൊളിയായിട്ട് ഉള്ളിൽ നടന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ നടന്നു. ഞങ്ങൾ ഇത്ര നേരം യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. മറ്റേ പോലീസുകാർ വിദ്യാർത്ഥികളുടെ നേരെയാണ് ആക്രമിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അടി കിട്ടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കുറേ പേർക്ക് ദേഹാസ്ത്രം താക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുള്ള ഉത്തരവാദിത്വം പോലീസ് തന്നെ പറയാം. പെൺകുട്ടികളടക്കം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യത്തെ വിജയം നമുക്ക് വിജയിച്ചിരിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ഒന്നരയ്ക്ക് നടക്കുന്നുണ്ട്. അതിലും വിദ്യാർത്ഥികളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ഇവിടെ ഞങ്ങൾക്ക് അധ്യാപകരെ വേണം, പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഇപ്പോൾ ആകെ ഒരു കളരിയിൽ 2 അധ്യാപകർ മാത്രമാണുള്ളത്. എല്ലാ വിഭാഗത്തിലും 2-3 അധ്യാപകരാണുള്ളത്. ഇപ്പോൾ അടുത്ത അരങ്ങേറ്റമാണ് വരാൻ പോകുന്നത്. ഇവരുടെ ഭരണകൂടം വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിച്ച് ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നിട്ട് അധ്യാപകരെ എടുക്കാനുണ്ട്. ഇപ്പോൾ അടുത്ത 1:30 അടുത്ത ഇൻ്റർവ്യൂ നടക്കും. നമുക്ക് വിദ്യാർത്ഥി ചെയ്ത സമരം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എത്ര അധ്യാപകർക്ക് ഒഴിവാണ് നിലവിലുള്ളത്? ഇവിടെ ആകെ പെർമനന്റ് അധ്യാപകരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ടെമ്പററിക്കാരൻ ആരും എടുത്തിട്ടില്ല. പെർമനന്റ് അധ്യാപകർ എന്ന് പറയുമ്പോൾ 2 ഓരോ കളരിയിൽ 2, 3, 4 അങ്ങനെയുള്ളൂ. ബാക്കി മൊത്തം ടെമ്പററിക്കാരാണ് ഇവിടെ ഉള്ളത്. പെർമനന്റ് ആൾക്കാരില്ല. അതിനെ എടുക്കാനാണ് ഇത് സമ്മതിക്കാത്തത്. ഹോസ്റ്റലിൽ ഫീ പാടം എടുക്കണതിനെ അടക്കം ഇവർ വന്നിട്ട് ബഹിഷ്കരിച്ചു. എടുക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഇല്ലാതെയാണ് ഇവർ കളിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ പാടന്മാരെ എടുക്കാൻ പറ്റില്ല എന്ന് ഇവർ പുറത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ പറയാനുള്ള അധികാരമുള്ളത്? എല്ലാവരും ഹോസ്റ്റലിൽ നിൽക്കണ്ടേ? എന്ത് സുരക്ഷിതത്തിലാണ് അവർ ഹോസ്റ്റലിൽ നിൽക്കുക? ഇതിനടക്കം അവർ വന്നിട്ട് ഇവിടെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ആദ്യത്തെ വിജയം കണ്ടെടുത്ത് അടുത്ത 1:30 എല്ലാ വിദ്യാർത്ഥികളും വരുന്നതായിരിക്കും.